നീതിക്ക് നിരക്കുന്നതല്ല എന്ന് മാത്രമല്ല, ഇത് ഭരണഘടനയുടെ ലംഘനമാണെന്ന് കൂടിയുള്ള അഭിപ്രായം എനിക്കുള്ളത്. അത് രണ്ടുപേരും നടത്തിയിട്ടുണ്ട്, പ്രധാനമന്ത്രി നടത്തിയിട്ടുണ്ട്, ചീഫ് ജസ്റ്റിസ് നടത്തിയിട്ടുണ്ട്. കാരണം നിങ്ങൾ ഭരണഘടനയിൽ തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്തിട്ടാണ് ഈ രണ്ട് പദവികളിലേക്കും വരുന്നത്. ഈ ഭരണഘടനയുടെ ഒരു പ്രത്യേകത എന്താ? അത് വളരെ സെക്കുലർ ആയിട്ടുള്ള ഭരണഘടനയാണെന്നാണ്. നിങ്ങൾക്ക് വ്യക്തിപരമായി നിങ്ങളുടെ മതവിശ്വാസങ്ങളിൽ നേരത്തെ താങ്കൾ സൂചിപ്പിച്ചതുപോലെ വിശ്വസിക്കാമെങ്കിലും നിങ്ങളൊരു ഭരണഘടനാ പദവിയിലിരിക്കുമ്പോൾ അത് പബ്ലിക്കായിട്ട് അവതരിപ്പിക്കാൻ കഴിയില്ല. ഭരണഘടനാപരമായി കഴിയില്ല. ഇവിടെ ഇപ്പോൾ എന്താ, ഇതൊരു വ്യക്തിപരമായ സ്വകാര്യ ചടങ്ങല്ലെന്നേ. സ്വകാര്യ ചടങ്ങാണെന്ന് എനിക്ക് ബോധ്യപ്പെടണമെങ്കിൽ നിങ്ങളെന്തിനാണ് ഇത്രയും വീഡിയോഗ്രാഫേഴ്സിനെയും ഇത്രയും ഫോട്ടോ ഓപ്പർച്യൂണിറ്റി അവിടെ ഉണ്ടാക്കിയത്? അതെങ്ങനെയാണ് ശരിയാവുക? നിങ്ങൾ പ്രധാനമന്ത്രിയും ജസ്റ്റിസും കൂടി അവരുടെ വീട്ടിൽ സ്വകാര്യമായി അവരുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ടൊരു പരിപാടി നടത്തുകയാണെങ്കിൽ അവിടെ ഇത്രയും വീഡിയോഗ്രാഫേഴ്സ് എങ്ങനെയാണ് വന്നത്? എന്തിനാണ് നിങ്ങളത് പബ്ലിക് സമൂഹത്തിലേക്ക് അങ്ങോട്ട് വിട്ടത്? അപ്പം ഈ പറയുന്ന നിങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റിട്ടുള്ള ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്ന നിങ്ങളുടെ വിശ്വാസം സ്വകാര്യമായിരിക്കണമെന്നും അത് പൊതുസ്ഥലത്ത് പ്രദർശിപ്പിക്കാനുള്ളതല്ല എന്നുമുള്ളതിനെയാണ് ലംഘിച്ചിരിക്കുന്നത്. അത് തെറ്റായൊരു കാര്യമാണ്. പിന്നെ പ്രധാനമന്ത്രിയെ മാത്രം അങ്ങനെയാണെങ്കിൽ ക്ഷണിച്ചാൽ മതിയോ? എങ്ങനെയാണ് ചീഫ് ജസ്റ്റിസിന് പ്രധാനമന്ത്രി ക്ഷണിക്കാൻ കഴിയുക ഇത്തരത്തിലൊരു മതപരമായ ചടങ്ങിന്? അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഈ ഗണേശോത്സവം നടക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിൻ്റെ ഫെലോ ജഡ്ജസിനെ ആരെങ്കിലും വിളിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ പ്രതിപക്ഷത്തു നിന്ന് ആരെങ്കിലും വിളിച്ചിട്ടുണ്ടോ? മറ്റു സമൂഹത്തിൽ നിന്ന് ഏതെങ്കിലും ഒരാളെ വിളിച്ചിട്ടുണ്ടോ? അവിടെയൊക്കെയാണ് ഇതിൻ്റെ താല്പര്യങ്ങളെ സംബന്ധിച്ചൊക്കെയുള്ള ഒരു സംഘർഷം ഞാൻ അനുഭവിക്കുന്നത്. പിന്നെ ഈ പറയുന്ന DY ചന്ദ്രചൂഡിൻ്റെ ഒരു ഹൈ പെഡസ്റ്റലിൽ ഞാൻ നിർത്തുന്നുമില്ല. ഇപ്പോൾ അയോധ്യ വിധി അദ്ദേഹം എഴുതിയാണ്, അദ്ദേഹമാണ് ഓർഡർ ചെയ്തിട്ടുള്ളതാണെന്ന് ഞാൻ വിചാരിക്കുന്നത്. അതൊക്കെ അദ്ദേഹത്തിൻ്റെ ഒരു മനസ്സിലാക്കലിൽ നിന്ന് അദ്ദേഹം എഴുതി ഉണ്ടാക്കുന്നതാകാം. പക്ഷേ ഈ ഇലക്ട്രൽ ബോണ്ടിൻ്റെ കാര്യമുണ്ടല്ലോ, ഇലക്ട്രൽ ബോണ്ടിൻ്റെ കാര്യത്തിൽ വളരെ ശക്തമായ വിധിയാണുള്ളത്. പക്ഷേ അതിന് തുടർന്നൊരു കേസുമായിട്ട് പോയായിരുന്നു കേട്ടോ. ഇതെല്ലാം ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടൊരു കേസുമായിട്ട് പോയിരുന്നു. ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ സമ്മതിച്ചിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന BJPക്കെതിരായിട്ടും കോൺഗ്രസിനെതിരായിട്ടും ഒക്കെ അന്വേഷണം വരും. എങ്ങനെയാണ്, എവിടുന്നാണ് ഈ പൈസ വന്നത്, അതുമായി ബന്ധപ്പെട്ട് എന്താണ് എന്ത് നേട്ടമാണ് മറ്റു വിഭാഗങ്ങൾക്ക് ആ പൈസ കൊടുത്തിട്ടുണ്ടായിട്ടുള്ളതെന്ന് പറഞ്ഞിട്ട് അത് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് പോയിട്ടുള്ള കേസുകൾക്കൊന്നും അതുമായി ബന്ധപ്പെട്ട് അന്വേഷണത്തിന് ഉത്തരവ് നൽകിയിട്ടുമില്ല. അപ്പോൾ അതവിടെ ഇരിക്കുന്നു. ഞാൻ പറയുന്നത് ഇത്തരത്തിലുള്ള ഇതൊക്കെ സംശയം ഉണ്ടാക്കുന്നതാണ്. അതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ ഇപ്പം ഈ അയോധ്യ ജഡ്ജ്മെൻ്റ് എഴുതിയ ഒരു ജഡ്ജി അല്ലേ നമ്മുടെ രഞ്ജൻ ഗോയൽ അല്ലേ, രഞ്ജൻ ഗൊഗോയി പിന്നീട് BJPയുടെ രാജ്യസഭ MP ആയിട്ട് വന്നല്ലോ. അതുപോലെ 2020 ജസ്റ്റിസ് അരുൺ മിശ്ര ഒരു വലിയ പ്രസംഗം നടത്തിയായിരുന്നു. ഈ നരേന്ദ്രമോദിയെ ഇരുത്തിക്കൊണ്ട് നരേന്ദ്രമോദി ഒരു വേഴ്സറ്റൈൽ ജീനിയസ് ആണെന്നും അദ്ദേഹം ഗ്ലോബലി ചിന്തിക്കുകയും ലോക്കലി ആക്ട് ചെയ്യുകയും ചെയ്യുന്ന ആളാണ് എന്നൊക്കെ പറഞ്ഞൊരു വലിയ പ്രസംഗം നടത്തിയിരുന്നു. അന്ന് വലിയ വിവാദമായൊരു പ്രസംഗമാണ്. 2020 അരുൺ മിശ്ര നടത്തിയത്. വളരെ പെട്ടെന്ന് അദ്ദേഹം NHRCയുടെ ചെയർപേഴ്സണായി മാറി, നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ്റെ ചെയർപേഴ്സണായി മാറി. ഈ ജൂൺ 1 അദ്ദേഹം വിരമിച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ അത് വേക്കൻ്റായിട്ട് കിടക്കുകയാണ്. ഇനിയിപ്പോൾ അടുത്തതാരാണ് വരുന്നത് എന്നുള്ളതാണ് അതിനകത്ത് ഒരു ആകാംക്ഷ. ഈ ചന്ദ്രചൂഡിൻ്റെ ഇപ്പോഴത്തെ ഒരു ആക്ടിന് ശേഷം ആളുകൾ അങ്ങനെ സംശയിക്കുന്നുണ്ട് NHRCയുടെ ചെയർപേഴ്സണായിട്ടൊക്കെ വരാം എന്നുള്ളത്. ഈ പോസ്റ്റ് ജഡ്ജ് ഈ ജോബ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് എന്നുള്ളതാണ്. ഇനി വേറെ കാര്യം കൂടി പറയാം. ഈ മഹാരാഷ്ട്രയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവമാട്ടോ ഈ ഗണേശോത്സവം. എന്തുകൊണ്ടാണ് നിങ്ങൾ നേരത്തെ സ്മൃതി ചോദിക്കുന്നില്ലേ, കോൺഗ്രസ് എന്താ അതിനകത്ത് പറയാത്ത ഒരു മഹാരാഷ്ട്രയിലെ ഇലക്ഷൻ നടക്കാൻ പോവാ. ആ ഇലക്ഷൻ നടക്കാൻ പോകുന്ന സമയത്ത് ഈ ഗണേശോത്സവത്തിനെതിരായിട്ടൊന്നും സംസാരിക്കാൻ കഴിയില്ല. എന്ന് മാത്രമല്ല, വിചിത്രമായൊരു കണ്ടെത്തൽ എന്താണെന്ന് വെച്ചാൽ ഈ മഹാരാഷ്ട്രയിൽ നിന്ന് കൊണ്ടുവന്നൊരു തൊപ്പിയായി നരേന്ദ്രമോദി അതിനകത്ത് അണിഞ്ഞിരിക്കുന്നത്. മഹാരാഷ്ട്ര ടൊപ്പി എന്നതിന് പറയുക. വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം സ്മൃതി ഇക്കാര്യത്തിനകത്ത് ചന്ദ്രചൂഡ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ചന്ദ്രചൂഡിൻ്റെ ബെഞ്ചിലാണ് കേട്ടോ ഈ പറയുന്ന ശിവസേനക്കാർ അവരുടെ സിംബലിന് വേണ്ടിയിട്ട് നടക്കുന്ന തർക്കവും മഹാരാഷ്ട്രയിലെ ഈ അയോഗ്യരായപ്പെട്ട ഇതുണ്ടല്ലോ MLA-മാരുടെ കേസും കേട്ടുകൊണ്ടിരിക്കുന്ന ബെഞ്ചെന്ന് പറയുന്നത് ഈ പറയുന്ന DY ചന്ദ്രചൂഡിൻ്റെ ബെഞ്ചാണ്. അവിടെയാണ് ഈ മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പ് നടക്കാണ്ടിരിക്കുന്ന സമയത്തിൽ ഈ ഗണേശോത്സവം പ്രധാനമന്ത്രിയായിട്ട് ചേർന്ന് അദ്ദേഹം ആഘോഷിച്ചിരിക്കുന്നത്. ഇതൊക്കെ വളരെയധികം പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങൾക്ക് വഴിവെക്കുന്നതാണ്. ഈ ആക്ട് പൂർണ്ണമായും തെറ്റാണ് ചന്ദ്രചൂഡിൻ്റെ ഭാഗത്തുനിന്നും എന്നല്ല, ഒരു ചീഫ് ജസ്റ്റിസിൻ്റെയും ജഡ്ജിമാരുടെയും ഭാഗത്തുനിന്ന് സംഭവിക്കാൻ പാടില്ലാത്തതാണ് സംഭവിച്ചത്. നീതിക്ക് നിരക്കാത്തതല്ലെന്ന് മാത്രമല്ല, ഇത് ഭരണഘടനയുടെ ലംഘനമാണെന്നാണ് എൻ്റെ ഉത്തരം. ഈ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരായ ഹർജി അടക്കമുണ്ട് കോടതിയുടെ മുന്നിൽ. കാരണം ഭരണഘടനയുടെ നോക്കൂ, നമ്മളതിനെ വേറൊരു ഇതിൽ വ്യാഖ്യാനിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ മതപരമായ ഒരു ചടങ്ങിൽ പ്രധാനമന്ത്രിയെ ക്ഷണിക്കുന്നതിന് എന്താ തെറ്റാവുള്ളത്? അതെ ഞാൻ പറയുന്നത് ഈ വസതിയിൽ തീർച്ചയായിട്ടും അല്ല, അങ്ങ് പറഞ്ഞത് ശരിയാണ്. അല്ല, ഞാനൊന്ന് വിശദീകരിക്കാം. അത് ഒരു കോൺട്രവേഴ്സ്യലായ കാര്യം, അതുകൊണ്ട് വിശദീകരിക്കാം. ഒന്ന്, ഈ മതപരമായ വിശ്വാസം എന്ന് പറയുന്നത് നിങ്ങളുടെ സ്വകാര്യ വിശ്വാസമാണ്. അതിന് നിങ്ങൾക്ക് റൈറ്റുണ്ടല്ലോ, നിങ്ങളുടെ വ്യക്തിപരമായ വിശ്വാസമാണ്. അത് നിങ്ങൾക്ക് ചെയ്യാം, മൗലികാവകാശമാണ്. ഇവിടുത്തെ ഒരു പ്രശ്നം എന്താണ്, പ്രധാനമന്ത്രിയായിട്ടുള്ള ഒരാളും അതുപോലെ തന്നെ ജസ്റ്റിസ് ആയിട്ടുള്ള ഒരാളും ഈ പറയുന്ന ഈ ഒരു ആക്ട് പബ്ലിക്കായിട്ട് നടത്തുമ്പം മറ്റ് മതസമൂഹങ്ങളിൽ നിന്ന് ഈ ചന്ദ്രചൂഡിൽ നിന്ന് നിങ്ങൾക്കൊരു നീതി കിട്ടുമോ എന്ന ആശങ്ക ക്രിയേറ്റ് ചെയ്യും. ആ ആശങ്ക ക്രിയേറ്റ് ചെയ്യുന്നത് ശരിയായൊരു രീതിയാണ്. അവിടെയാണ് BJP മുന്നോട്ട് വയ്ക്കുന്ന ഒരു ചോദ്യമുണ്ട്. ആ ചോദ്യം കൂടി ചോദിച്ചോളൂ. ഇപ്പോൾ ഇഫ്താർ വിരുന്നിൽ നിങ്ങൾക്ക് ക്ഷണിക്കാം, അതെങ്ങനെ സാധ്യമാവുക? ഇഫ്താർ വിരുന്ന് അല്ല, ഞാൻ പറയുന്നത് ഇഫ്താർ വിരുന്ന് അജ്മീർ ദർഗയിൽ അല്ലല്ലോ, ഒരു പ്രശ്നമില്ല. ഇപ്പോൾ ഗുരുനാനാക്കിൽ അവിടെ പോയി ഒരു ചീഫ് ജസ്റ്റിസിനും പ്രധാനമന്ത്രിക്കും ഒരുമിച്ച് നിങ്ങൾക്ക് സദ്യ ഉണ്ടാവും, അതെങ്ങനെ സാധ്യമാവുക?
ഞാൻ ഇത് മാത്രമാണ് പറയുന്നത്. എന്റെ കൺസെപ്റ്റ് ഇതേ ഉള്ളൂ. നമ്മളതിനെ ഒരു പരിധിക്കപ്പുറത്തേക്ക് അതിനെ നീട്ടുവലിക്കുമ്പോൾ എൻ്റെ സംശയം ഇതാണ്. ഇപ്പം ഞാനൊരു മതവിശ്വാസിയായ എനിക്ക് നീതിയുക്തമായ ഭരണഘടനാ തീരുമാനം എടുക്കാൻ കഴിയില്ലേ? നിങ്ങളുടെ മൈനോറിറ്റി വിഷയത്തിൽ അവരുടെ അവകാശത്തെ സംരക്ഷിക്കാൻ ഈ ജസ്റ്റിസ് DY ചന്ദ്രചൂഡിന് ഒരു ഗണേശ വിശ്വാസിയായി കഴിയില്ലേ? അല്ല, ഇവിടെ ഒരു പ്രശ്നം വെച്ചാൽ ഇപ്പം നമ്മൾ ADGPയുടെ, ഞാൻ വേറൊരു വിഷയത്തിലേക്ക് പോകല്ല, ഇപ്പോൾ ADGP അജിത് കുമാർ ഈ RSSന്റെ പിന്നെ ഹൊസബുളയെ കണ്ടതില്ലേ, ആ ഹൊസബുളയെ കണ്ടത് ശരിയായൊരു കാര്യമല്ല എന്നാണ് എൻ്റെ നിലപാട്. അങ്ങനെ പോയി കണ്ടുകൂടാ എന്നാണ് നിലപാട്. സാങ്കേതികമായ പ്രശ്നമല്ല, ഒരു സാങ്കേതിക പ്രശ്നമില്ല. ആ ഒരു സാങ്കേതിക പ്രശ്നമെന്ന് മാത്രമല്ല, അദ്ദേഹത്തിന് ഇപ്പം BJP ചോദിക്കുന്ന ചോദ്യം എന്താ, വ്യക്തിയല്ലേ, ഒരു വ്യക്തിക്ക് മറ്റൊരു വ്യക്തിയെ കണ്ടുകൂടെ? അത് തന്നെ CPM ചോദിച്ചിട്ടുണ്ട്, അവിടെ നിൽക്കട്ടെ. എങ്കിൽ കൂടിയും അത്തരത്തിലൊരു പദവിയിലിരിക്കുന്ന ഒരാൾക്ക് നമ്മളിത് ചർച്ച ചെയ്യുമ്പം പെരുമാറ്റ മര്യാദകളുടെ പ്രശ്നമുണ്ട്. പെരുമാറ്റ മര്യാദകൾ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ചില പദവികൾ നിങ്ങൾ സമൂഹത്തോട് ഉത്തരവാദിത്തപ്പെട്ടിരിക്കുമ്പോൾ ചെയ്യേണ്ട ചില എന്താ പറയുക, നിങ്ങളെ ലിമിറ്റ് ചെയ്യേണ്ടതുണ്ട്. ആ ലിമിറ്റേഷൻ്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ നിങ്ങളിരിക്കുന്ന പദവിയെ സംശയത്തിന് നിലനിൽക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇപ്പോൾ ഗണേശോത്സവം പോലൊരു കാര്യം നിങ്ങൾക്ക് സ്വകാര്യമായി ചെയ്യുകയും ഒക്കെ ചെയ്യാം. അവിടെ ഇത്രയും വീഡിയോഗ്രാഫേഴ്സിനെ കൊണ്ടുവന്ന് ഇത്രയും ഒരു ഫോട്ടോ ഓപ്പർച്യൂണിറ്റി ഉണ്ടാക്കി ഇത് പബ്ലിക്കായിട്ട് ചെയ്യുമ്പം അവിടെ പ്രശ്നം വെച്ചാൽ അല്ല, ഒരാൾക്കത് ശരിയെന്നും പറയാം, ശരിയില്ലായ്മ തോന്നാതിരിക്കണം. ഞാൻ അങ്ങയുടെ വിയോജിപ്പിനെ ഞാൻ ഖണ്ഡിക്കുകയല്ല ചെയ്യും. പക്ഷേ എനിക്ക് മനസ്സിലാകാതെ പോയൊരു എലമെന്റ്, ഭരണഘടനയും നിങ്ങൾ സൂക്ഷ്മമായി വിലയിരുത്തുമ്പോൾ ഭരണഘടന മുന്നോട്ട് വയ്ക്കുന്നത് എന്താ, നിങ്ങളുടെ മതപരമായ വിശ്വാസം നിങ്ങളുടെ പബ്ലിക്കായിട്ടുള്ള നിങ്ങളുടെ ജോലിയെ ബാധിക്കാൻ പാടില്ല. നിങ്ങൾ അത് ബാധിക്കുന്നില്ല. ഞാൻ പറയട്ടെ, ബാധിക്കുന്നില്ല എന്ന് ഇന്ന് അരുൺ ഇങ്ങനെ ബാധിക്കുന്നില്ല എന്ന് പറയുമ്പോൾ എന്റെ പെർസെപ്ഷൻ ഞാൻ പറയുന്നത്, ഞാൻ നിങ്ങളിൽ നിന്ന് നിങ്ങൾ ഇങ്ങനെ ഒരു എന്താ പറയാ ഇത്തരം ഒരു പൊതുസ്ഥലത്ത് സ്പേസിലേക്ക്, ഇറ്റ്സ് എ പ്രൈവറ്റ് പ്ലേസ് വേർ യു ക്യാൻ ഹാവ് ദാറ്റ് സെറിമണി, ഒരു പ്രശ്നമില്ലെന്നേ. പിന്നെ നിങ്ങൾ ഇതിനെ പബ്ലിസൈസ് ചെയ്ത് എന്തിനാ? എന്റെ വീട്ടിലൊരു ഉത്സവം നടക്കും, ഞാൻ ചീഫ് ജസ്റ്റിസിന്റെ അടുത്തേക്ക് വന്നാൽ സ്വാഭാവികമായും ക്യാമറ വിൽ ഗോ. Meet the editors.